ടി ജി, ഈ കന്യാസ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് അവരുടെ ഛത്തീസ്ഗഡിലെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാദങ്ങൾ കേരളത്തിലൊക്കെ ഉയർന്നു വന്നിരുന്നു. അതായത് മിഷണറി പ്രവർത്തനം കൊണ്ടാണ് ഇവിടെ ഹിന്ദു അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ജനതയ്ക്ക് അവർക്ക് ഒരു പുരോഗമനം ഉണ്ടായത്, അവർ വിദ്യാഭ്യാസം ഉണ്ടായത്, ഇതൊക്കെ ഇങ്ങനെയൊരു വാദം, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കാട്ടിൽ കഴിഞ്ഞേനെ എന്നൊക്കെയുള്ള രീതിയിലുള്ള, അല്ലെങ്കിൽ അങ്ങനെയൊരു അപരിഷ്കൃത ജനതയായിട്ട് നടന്നേനെ മിഷണറി പ്രവർത്തനം വന്നതുകൊണ്ടാണ്, ഈ അടുത്ത് ഹിന്ദി തന്നെ കൊണ്ടുവന്നത് മിഷണറിമാരായിരുന്നു എന്നുള്ള രീതിയിലുള്ള വാദങ്ങൾ സോഷ്യൽ മീഡിയയിലും ചാനലുകളിലുമൊക്കെ ഉയർന്നു വന്നു. എന്തു തോന്നുന്നു? അത് ഇവർ ചെയ്തത് വലിയ ദ്രോഹമായിരുന്നു എന്ന് ആദ്യം പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധി ഇവിടെ പറഞ്ഞതല്ല, ഇംഗ്ലണ്ടിൽ പോയി പറഞ്ഞു. ഇംഗ്ലണ്ടിലെ ചാത്താം ഹൗസ്, അവിടെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയൊക്കെ പോകുന്നുണ്ട്. മഹാത്മാഗാന്ധി പോയത് ചാത്തം ഹൗസ്, അവിടെ പ്രഭാഷണത്തിനായിട്ട് ഗാന്ധിയെ വിളിച്ചു. അന്ന് ഗാന്ധിജിയാണ് ആദ്യമായിട്ട് ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ ഒരു ബ്യൂട്ടിഫുൾ ട്രീ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഗാന്ധിജി പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് എക്സിസ്റ്റിംഗ് വിദ്യാഭ്യാസത്തിൻ്റെ വേരുകൾ മാന്തിയിട്ട് ഇതിൻ്റെ അടിയിൽ എന്തുണ്ടെന്ന് അറിയാനായിട്ട് ഒരുപാട് നോളജ് നിങ്ങൾക്ക് കിട്ടി. നിങ്ങൾ മാന്തി വേര് എക്സ്പോസായി കഴിയുമ്പോൾ എത്ര വലിയ മരമാണെങ്കിലും വേര് സൂര്യപ്രകാശം തട്ടി കഴിഞ്ഞാൽ വേര് ഉണങ്ങാൻ തുടങ്ങും. വേര് ഭൂമിക്കടിയിൽ നിൽക്കേണ്ടതാണ്, വെയിൽ തട്ടാൻ പാടില്ല. അപ്പോൾ നിങ്ങളിത് മണ്ണ് മാറ്റി വേരുകൾ എക്സ്പോസായി വേരുകൾ ഉണങ്ങി ഈ മഹാവൃക്ഷം മറിഞ്ഞു വീണു. ഇതാണ് ഭാരതത്തിൻ്റെ സംക്ഷിപ്തമായ വിദ്യാഭ്യാസ ചരിത്രം. ആ ദ്രോഹം ഞങ്ങളോട് ചെയ്തത് നിങ്ങളാണ്. ഇങ്ങനെ പ്രസംഗിച്ചത് മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധീസ് സ്പീച്ച് ഇൻ ചാത്തം ഹൗസ്, ബ്യൂട്ടിഫുൾ ട്രീ, ഇത്രയും കീവേഡ്സ് ഇട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫുൾ പ്രസംഗം കിട്ടും. ബ്രിട്ടീഷുകാരുടെ നെഞ്ചത്ത് ചവിട്ടി മഹാത്മാഗാന്ധി പറഞ്ഞതാണ്, നിങ്ങൾ നശിപ്പിച്ചു ഞങ്ങളുടെ വിദ്യാഭ്യാസം, എന്നിട്ട് നിങ്ങൾ ആദ്യം മുതൽ നിങ്ങളുടെ വിദ്യാഭ്യാസം കൊണ്ടുവന്നു, എന്നിട്ട് അതിൻ്റെ മഹത്വം പറയുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ ലിറ്ററസി റേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരുന്നതിന് മുമ്പ് നമ്മളുടെ ലിറ്ററസി റേറ്റ് വാസ് അറൗണ്ട് 42% എന്ന് പലരും പറയുന്നു. അതിൻ്റെ ബേസിസ് എന്താണെന്ന് എനിക്കറിയില്ല. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുമ്പോൾ 16% ലിറ്ററസി. ദാറ്റ് വാസ് ദെയർ സർവീസ്. ആ 16 നിന്ന് പിന്നെ ബിൽഡപ്പ് ചെയ്തുകൊണ്ട് വന്നു. ഇംഗ്ലീഷ് ആർക്കും അറിഞ്ഞുകൂടായിരുന്നു. ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു സായിപ്പിനെ അന്ന് മാസം 1000 രൂപ മറ്റോ ശമ്പളം കൊടുത്തിട്ട് നാഗർകോവിലിൽ നിന്ന് തിരുവിതാംകൂർ മഹാറാണി വിളിച്ചുകൊണ്ട് വന്നു. സേവനമൊന്നുമല്ല, നല്ല സാലറി പേശയ്ക്ക് പറഞ്ഞ് ഇത്ര കിട്ടിയാലേ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഈ ബ്യൂട്ടിഫുൾ ട്രീ എന്ന മഹാത്മാഗാന്ധിയുടെ പ്രയോഗം അതെടുത്തിട്ട് ഡോക്ടർ ധരംപാൽ ഒരു പുസ്തകമാക്കിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ ബ്രിട്ടീഷുകാരുടെ റിപ്പോർട്ടുകൾ സമാഹരിച്ച് അദ്ദേഹം ചേർത്തിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ ഈ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം, എക്സിസ്റ്റിംഗ് വിദ്യാഭ്യാസ സമ്പ്രദായം തകർത്തിട്ട് ബ്രിട്ടീഷ് വിദ്യാഭ്യാസം കൊണ്ടുവരിക. അപ്പോൾ അതിന് ബ്രിട്ടീഷുകാരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വാട്ട് എവർ യു ആർ ഡിമോളിഷിങ്, സ്റ്റഡി ഇറ്റ്, ഡോക്യുമെൻ്റ് ഇറ്റ് ആൻഡ് ദെൻ ഡിമോളിഷ് ഇറ്റ്. അങ്ങനെ ഒരു സയൻറ്റിഫിക് തോട്ട് അവർക്കുണ്ട്. അതനുസരിച്ച് അവരെല്ലാ കളക്ടർമാർക്കും നിർദ്ദേശം കൊടുത്തു, നിങ്ങളുടെ ഇതിനുള്ളിൽ ജൂറിസ്ഡിക്ഷനുള്ളിൽ എത്ര സ്കൂളുകൾ എങ്ങനെയൊക്കെ പഠിക്കുന്നു. ഈ കളക്ടർമാരുടെ റിപ്പോർട്ട് മുഴുവൻ ഈ ബ്യൂട്ടിഫുൾ ട്രീ എന്നുള്ള പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണാം. അതിൽ സൗത്ത് കാനറ ഡിസ്ട്രിക്റ്റ് അതിൻ്റെ കളക്ടർ എഴുതുന്നു, മനോഹരമായ ഒരു വിദ്യാഭ്യാസ വ്യവസ്ഥയാണ് ഇവരുടേത്, ഇത് പൊളിച്ചിട്ട് വേറെ ചെയ്യണം എന്ന് ഞാൻ ശുപാർശ ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള ശുപാർശ അവർക്ക് ആവശ്യമില്ല, അവർ ശുപാർശ ചെയ്തിട്ടുമില്ല. എക്സിസ്റ്റിംഗ് എന്താണെന്ന് ഡോക്യുമെൻ്റ് ചെയ്ത് അയക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ കളക്ടർമാരും അപ്പർ കാസ്റ്റ് കുട്ടികളെത്ര, ലോവർ കാസ്റ്റ് കുട്ടികളെത്ര, ആൺകുട്ടികളെത്ര, പെൺകുട്ടികളെത്ര, മുസ്ലിങ്ങളെത്ര, ഇതെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. ഇവർ ഈ പറയുന്നില്ലേ, താഴ്ന്ന ജാതിക്കാർക്ക്
വിദ്യാഭ്യാസം നിഷേധിച്ചു. പച്ചക്കള്ളമാണ് അതൊക്കെ. അത് നിഷേധിക്കുന്നത് ഇവർ വന്നതിന് ശേഷമാണ്. ഇവരാണ് കാസ്റ്റിനെ വെപ്പണൈസ് ചെയ്യിച്ചത്. കാസ്റ്റ് ഒരു വെപ്പണായിരുന്നില്ല ഒരിക്കലും. കാസ്റ്റിനെ വെപ്പണൈസ് ചെയ്യിച്ചത് ബ്രിട്ടീഷുകാരാണ്. സി ഹൗ മെനി 200 years അല്ലേ, 200 വർഷം ഈസ്റ്റ് ഇന്ത്യ കമ്പനി, സബ്സിക്വൻ്റ്ലി ഡയറക്റ്റ് ബ്രിട്ടീഷ് റൂൾ. 200 വർഷം എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണ്. ദ വേ ദ സിസ്റ്റമാറ്റിക്കലി ഡിമോളിഷ്ഡ് അവർ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിച്ചത് ശ്രീമൂലം സിൽവർ ജൂബിലി ഹൈസ്കൂൾ. ഇത് കേട്ട് കഴിഞ്ഞാൽ മിഷണറി സ്കൂളൊന്നും അല്ലല്ലോ, മിഷണറി സ്കൂളായിരുന്നുമില്ല. പക്ഷേ അത് മെല്ലെ പള്ളി സ്കൂളെന്നറിയപ്പെട്ടു. നാട്ടുകാരെല്ലാം കൂടെ ഉണ്ടാക്കിയ സ്കൂളാണ്. അതിലേറ്റവും അധികം സംഭാവന ചെയ്തത് പാറായി തരകനാണ്. അതിൻ്റെ സ്ഥലം കൊടുത്തത് തന്നെ പുള്ളിയാണ്. പുള്ളി അവിടുത്തെ വലിയ പണക്കാരനാണ്. അപ്പോൾ ഏറ്റവും വലിയ സംഭാവന സ്വാഭാവികമായിട്ട് പുള്ളി സ്ഥലവും മെയിൻ കല്ലോ അതും ഇതൊക്കെ പുള്ളിക്ക് കൊടുക്കാവുന്നതൊക്കെ കൊടുത്തു. കുറേ കാലം പുള്ളി തന്നെ സ്കൂളിൻ്റെ മാനേജർ. അന്ന് ഈ സാറിനെ അപ്പോയിൻ്റ് ചെയ്യാൻ കൈക്കൂലി മേടിക്കുന്ന ഏർപ്പാടൊന്നുമില്ല, അതിനെപ്പറ്റി ചിന്തിക്കുക പോലുമില്ല ആരും. കാരണം പിള്ളേർ പഠിച്ച് നന്നായി വരണം എന്നുള്ളതാണ് ആ പ്രദേശത്തെ. കാലം പോകെ പോകെ ഇത് പാറായി തരകനങ്ങ് ഒഴിഞ്ഞു. ഒരുപാട് കാലമായില്ലേ, പുള്ളി തന്നെ ഒഴിയാൻ തയ്യാറായിരുന്നു. ഇത് തൊട്ടടുത്ത പള്ളി വികാരിക്ക് മാനേജറായി. അങ്ങനെ അത് പള്ളി സ്കൂളായി. ഇപ്പോൾ ആ സ്കൂള് മിഷണറിമാരുടെ സേവനത്തിൻ്റെ അടയാളം എന്ന് എല്ലാവരും വേണമെങ്കിൽ പറയും. കാരണം അവിടെ പഠിച്ചവരും പഠിപ്പിച്ചവരും ആ സ്കൂളുണ്ടാക്കിയവരും ഒക്കെ മരിച്ചു പോയി കഴിഞ്ഞു. നൗ യു ക്യാൻ കൂൾലി ക്ലെയിം മിഷണറിമാരുണ്ടാക്കിയതാണ്. കേരളത്തിലെ ഈ പറഞ്ഞ സ്കൂളുകൾ കോളേജുകളൊക്കെ ഇതിന് സ്ഥലം കൊടുത്തത് ആരാണ്? കുറേയൊക്കെ തിരുവിതാംകൂർ രാജാവിൻ്റെയാണ്, കുറേ നാട്ടുകാരുടെയാണെന്നേ. അന്ന് സ്കൂളുണ്ടാക്കാൻ നാട്ടുകാർ വെറുതെ സ്ഥലം കൊടുക്കും. 10, 40, 50 സെൻറ്റ് 1.5 ഏക്കറൊന്നും വലിയ കാര്യമല്ല അന്ന് നാട്ടിൻപുറത്ത്. ഒരു പള്ളിക്കൂടം വന്നാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മന്നത്ത് പത്മനാഭൻ ഇറങ്ങി നടന്നു. ഒരുപാട് പേര് SNDPയുടെ സംഭാവനകളൊക്കെ ഉണ്ട്. പിന്നെ ഈ മിഷണറിമാരുടെ സംഭാവനകൾ ഇറ്റ് ഈസ് ഓൾ നെഗറ്റീവ്. നിങ്ങൾ സബർമതി ആശ്രമത്തിൻ്റെ വെബ്സൈറ്റിൽ പോവുക, ഗാന്ധിജിയുടെ ടോട്ടൽ കളക്ഷൻ കാണാം. സെർച്ച് ഫെസിലിറ്റിയുമുണ്ട്. അതിൽ മിഷണറി എന്നടിക്കുക, ഗാന്ധിജി മിഷണറിയെ പറ്റി പറഞ്ഞതെല്ലാം ഇറങ്ങി വരും. അതിലൊന്നാണ് ഈ വനവാസികളെ നന്നാക്കുന്ന ഏർപ്പാട്. ഗാന്ധിജി ഡയറക്റ്റ് അവരോട് സംസാരിച്ചിട്ടുണ്ട്, നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല, നിങ്ങൾ മതപരിവർത്തനം വേണ്ടിയിട്ടാണ് ഈ വിദ്യാഭ്യാസം ഉപയോഗിക്കുന്നത്. ഗുണ്ടർട്ട് നിഘണ്ടു എഴുതി. ഗുണ്ടർട്ടിൻ്റെ സംഭാവന ഉദ്ദേശം എന്തായിരുന്നു? ബൈബിൾ മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? അതുപോലെ ആദ്യത്തെ പത്രം രാജ്യസമാചാരം ഇതൊക്കെ തുടങ്ങിയത് മതപരിവർത്തന ഉദ്ദേശം വെച്ചിട്ടായിരുന്നു. മതപരിവർത്തനത്തിൻ്റെ ലക്ഷ്യം വെച്ചിട്ടാണ് ഈ പ്രവൃത്തികളെല്ലാം ചെയ്തത്. ഗാന്ധിജി പറഞ്ഞു ഇത് തെറ്റാണ്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഈ മലയിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെങ്ങനെ ജീവിക്കും? ഗാന്ധിജി പറഞ്ഞു അവരെങ്ങനെയെങ്കിലും ജീവിക്കും, ഇതുവരെ അവർ ജീവിച്ചില്ലേ. ഏതായാലും നിങ്ങൾ ഈ ചെയ്യുന്ന ദുരുദ്ദേശത്തോടു കൂടിയുള്ള ഈ പ്രവൃത്തി നടക്കില്ല. ഗാന്ധിജി വാസ് അഗൻസ്റ്റ് കൺവേർഷൻ. അതിഭീകരമായിട്ട് മിഷണറിമാരെ എതിർത്ത മനുഷ്യനാണ് ഗാന്ധിജി. അതുകൊണ്ടാണ് ഞാൻ ഗാന്ധിജിയുടെ മിഷണറിമാരുമായിട്ടുള്ള സംഭാഷണം പ്രത്യേകം എടുത്തിട്ട് ബൽബീർ പുഞ്ച് ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്, ഡയലോഗ് ബിറ്റ്വീൻ മിഷണറീസ് ആൻഡ് ഗാന്ധി ഓൺ മിഷണറീസ് എന്നാണ് അതിൻ്റെ പേര് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ആമസോണിൽ ഒരു പക്ഷേ കിട്ടുന്നുണ്ടാവും. ഈ സെർച്ച് ചെയ്ത് നമ്മൾ കമ്പയർ ചെയ്തൊക്കെ പോകുന്നതിന് പകരം ഹി ഹാസ് ഓൾറെഡി കമ്പയർ ദാറ്റ് ബൽബീർ പുഞ്ച്. അതിനിശ്ചിതമായിട്ടാണ് ഗാന്ധിജി ഇവരെ പരിഹസിച്ചിരിക്കുന്നതും ശകാരിച്ചിരിക്കുന്നതുമെല്ലാം. നിങ്ങളുടെ പർപ്പസ് ഞങ്ങളുടെ അടിവേര് തോണ്ടുക എന്നുള്ളതാണ്. നിങ്ങളുടെ വിദ്യാഭ്യാസം ഞങ്ങൾക്ക് ആവശ്യമില്ല. അതുകൊണ്ടാണ് ഗാന്ധിജി പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫിനും റെയിൽവേക്കും എതിരായിരുന്നില്ലേ. കാരണം ഗാന്ധിജി പറഞ്ഞു ഈ നാട് നിങ്ങളെ റെയിൽ പാളം ഇടുന്നത് ഞങ്ങളെ യോജിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ വിയോജന അജണ്ട ഉണ്ടല്ലോ അത് ഓടിക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യമൊക്കെ എനിക്ക് തോന്നിയത് ഇതൊരു പിന്തിരിപ്പൻ ഏർപ്പാടാണ്. ബട്ട് ഗോ ടു ദാറ്റ് സിറ്റുവേഷൻ. പണ്ടൊരിക്കൽ 120 വർഷം മുമ്പ് ഗാന്ധി പറഞ്ഞ കാര്യത്തെ ഇപ്പോൾ നമ്മൾ നഗരവൽകൃതം എന്ന് പറയുന്ന കൊച്ചിയിലിരുന്നുകൊണ്ട് വിമർശിക്കുമ്പോൾ അതിനൊരു പൊരുത്തമില്ലായ്മയുണ്ട്.
ഷൊർണൂർ നിലമ്പൂർ റെയിൽപാത ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതാണ്. എന്തിനു കൊണ്ടുവന്നു? എന്താ നിലമ്പൂർ വലിയ ടൗണായിരുന്നോ? ഇല്ലല്ലോ. നിലമ്പൂരേക്ക് തീർത്ഥാടനത്തിന് ശബരിമലയ്ക്ക് പോകുന്ന പോലെ ആരെങ്കിലും പോയിക്കൊണ്ടിരുന്നോ? ഇല്ലല്ലോ. ദാറ്റ് വാസ് എ റിമോട്ട് ഏരിയ. പിന്നെ എന്തായിരുന്നു കാരണം? കേരളത്തിൽ ആദ്യം വന്ന പാതയിൽ ഒന്ന് ഷൊർണൂർ നിലമ്പൂരാണ്. ലോകത്തിലെ ഏറ്റവും ക്വാളിറ്റിയുള്ള തേക്ക് നിലമ്പൂർ തേക്കാണ്. ആ തേക്ക് കൊച്ചിയിൽ കൊണ്ടുവന്ന് കപ്പലിൽ കയറ്റി കൊണ്ടുപോകണം. ഇതിനാണ് നിലമ്പൂർ ഷൊർണൂർ, ഷൊർണൂർ എറണാകുളം. ഇതല്ലാതെ വേറെ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. നാട്ടുകാർ നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുമല്ല. അങ്ങനെയാണെങ്കിൽ വേറെ ഒരുപാട് റെയിൽ കണക്ടിവിറ്റി ആദ്യം ഉണ്ടാക്കണമായിരുന്നു. ബട്ട് ബ്രിട്ടീഷുകാർ ചെയ്ത സേവനങ്ങൾ, അയ്യോ, അവിടെ റെയിൽവേ കൊണ്ടുവന്നു, ഇവിടെ റെയിൽവേ, മനുഷ്യൻ കയറാത്ത നിലമ്പൂർ വരെ അവർ റെയിൽവേ കൊണ്ടുവന്നില്ലേ? ഇതാണ് സായിപ്പിനെ പുകഴ്ത്താനായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. സായിപ്പ് നിങ്ങളെ അടിയെ ഇറങ്ങിക്കൊണ്ടുപോയി, നിങ്ങളുടെ സംസ്കാരം കൊണ്ടുപോയി, നിങ്ങളുടെ വിദ്യാഭ്യാസം നശിപ്പിച്ചു, സകലത് നശിപ്പിച്ചു. ഓൾ ദീസ് ഡാറ്റ ഈ ഡോക്ടർ ധരംപാലിൻ്റെ പുസ്തകത്തിലുണ്ട്, ബ്യൂട്ടിഫുൾ ട്രീ എന്നുള്ള പുസ്തകത്തിൽ. ഈ മഹാത്മാഗാന്ധിയുടെ പ്രസംഗവും അതിൽ ചേർത്തിട്ടുണ്ട്. യു ജസ്റ്റ് ഗോ ത്രൂ മഹാത്മാഗാന്ധിയുടെ കളക്റ്റഡ് വർക്ക്സ്, കംപ്ലീറ്റ് വർക്ക്സ്. അത് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ വായിക്കാൻ പറ്റും. പാരാവാരം പോലെയാണ് മഹാത്മാഗാന്ധി എഴുതിയിട്ടുള്ളത്. ഹരിജനിൽ എഴുതി, യങ് ഇന്ത്യയിൽ എഴുതി, അവിടുത്തെ പ്രസംഗം മറ്റേ ആൾക്ക് അയച്ച കത്ത് ഒക്കെ ആയിട്ട് ബിഗ് വോളിയംസാണ്. ബട്ട് അതിൽ സെർച്ച് ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് യു ക്യാൻ ഫൈൻഡ് ഔട്ട് എനിത്തിങ്. യു ഫൈൻഡ് ഔട്ട് ഹിസ് ഒപ്പീനിയൻ ഓൺ മുസ്ലിംസ്, ഒപ്പീനിയൻ ഓൺ ബ്രിട്ടീഷ്, ഒപ്പീനിയൻ ഓൺ മിഷണറീസ്, എവറിത്തിങ് ഈസ് അവൈലബിൾ. മഹാത്മാഗാന്ധി ഒരു മനുഷ്യൻ മതി ഈ നുണ പൊളിക്കാനായിട്ട്, ഒറ്റ മനുഷ്യൻ മതി, വേറെ ആരും വേണ്ട. ബാക്കി ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തവരുണ്ട്. ബട്ട് അതെല്ലാം ഇടുക, മഹാത്മാഗാന്ധി ഒരാളിനെ മാത്രം എടുക്കുക. ഇവരുടെ ഈ കള്ളത്തരം അദ്ദേഹം പൊളിച്ചിട്ടുണ്ട്. നൗ കേരളത്തിൽ തന്നെ നോക്ക്, ഈ കോളേജ്, സ്കൂള്, അത് ഇതെന്നൊക്കെ പറയുന്നത്, അതിലൊക്കെ എത്ര മിഷണറിമാരുണ്ടായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. ഒരു ഞാൻ പഠിച്ച സ്കൂളിൽ അധ്യാപകനായിട്ട് ഒരു പള്ളിയിലച്ഛനുണ്ടായിരുന്നു. അതാണോ മിഷണറി? ആൻഡ് പള്ളിയിലച്ഛൻ നാട്ടുകാരനാണ്, വിദേശത്ത് നിന്ന് വന്ന മിഷണറി ഒന്നുമല്ല. ഐ ആം സ്പീക്കിംഗ് അബൌട്ട് 1960s, 50s, 60s. ഒരു പള്ളിയിലച്ഛനുണ്ടായിരുന്നു. അത് പള്ളിയുടെ കോൺട്രിബ്യൂഷനാണെന്ന് പറയാം. ശമ്പളം വാങ്ങി ജോലി ചെയ്യുന്നൊരച്ഛൻ അവിടെ പഠിപ്പിക്കാനുണ്ട് എന്ന് വിചാരിച്ചിട്ട് നോ. ഒരുപാട് അച്ഛന്മാർ ദാറ്റ് വാസ് വൺ ഓഫ് ദെയർ ബിസിനസ് ഇല്ലേ. ഞാൻ ഈ നമ്മളുടെ ടി ജെ ജോസഫ് ഉണ്ടല്ലോ, കൈവെട്ടപ്പെട്ട മനുഷ്യൻ, അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനുള്ള കാരണം എന്താ? ഇവരുടെ പള്ളിക്കൂടത്തിൽ നിന്ന് മുസ്ലിം പിള്ളേരെ പിൻവലിക്കും എന്ന് മുസ്ലിം തീവ്രവാദികളൊരു ഭീഷണി മുഴക്കി. അപ്പോൾ ശരി, പിൻവലിക്കുന്നെങ്കിൽ പിൻവലിക്കും, ഞങ്ങൾ ഈ പീഡിതൻ്റെ കൂടെ നിൽക്കും എന്ന് പറയണ്ടേ? യേശു ക്രിസ്തുവിൻ്റെ ആൾക്കാർ പറഞ്ഞില്ല. അവരെ പുറത്താക്കിയിട്ട് മറ്റവരുടെ ഗുഡ് ബുക്സിൽ കയറി. ഇറ്റ് വാസ് എ ബിസിനസ്. യു ആർ റണ്ണിങ് എ ബിസിനസ്, എഡ്യൂക്കേഷൻ ആസ് ബിസിനസ്. അതുകൊണ്ടാണ് മുണ്ടശ്ശേരിയുടെ വിദ്യാഭ്യാസ ബില്ല് വന്നപ്പോൾ ആദ്യം ഏറ്റവും അധികം ക്ഷോഭിച്ചതാരാ? ക്രൈസ്തവ സഭയാണ്. വിദ്യാഭ്യാസ ബില്ല് വന്നു എന്ന് പറഞ്ഞിട്ട് ആർ ശങ്കറോ മന്നത്ത് പത്മനാഭനോ ക്ഷോഭിച്ചില്ല. അവർക്കും സ്കൂളുണ്ടായിരുന്നു, സെൻറ്റ് പിക്കാനസിന് സ്കൂളുണ്ടല്ലോ, കുറവാണെങ്കിലും. അവർ ക്ഷോഭിച്ചില്ല. എന്തുകൊണ്ട് ക്ഷോഭിച്ചില്ല? കാരണം അവർക്ക് ആ ബില്ലിലെ വ്യവസ്ഥകൾ അത്ര അപകടകരമല്ല എന്നറിയാമായിരുന്നു. കാരണം അധ്യാപകനെ നിയമിക്കുന്ന അവകാശം, അധ്യാപകന് ശമ്പളം കൊടുക്കുന്ന ചുമതല, ഇത് രണ്ടും സർക്കാർ ഏറ്റെടുക്കുന്നു. സ്കൂൾ നിങ്ങൾ നടത്തിക്കൂ. ഇതാണ് വിദ്യാഭ്യാസ ബില്ലിൻ്റെ രത്നച്ചുരുക്കം. ഇത് ക്രൈസ്തവ സഭകൾക്ക് സമ്മതമായിരുന്നില്ല. ഒടുവിൽ മന്നത്ത് പത്മനാഭനെ കൂടെ അതിൽ വലിച്ചഴിച്ചു. അങ്ങനെ വലുതായിട്ടാണ് അത് വിമോചന സമരമാകുന്നത്. പിന്നെയുള്ളതൊക്കെ ബാക്കി ചരിത്രം. മന്നത്ത് പത്മനാഭനോട് പോയി ആര് സംസാരിക്കും? പാലാ ബിഷപ്പാണ് ഇതിൻ്റെ, സെബാസ്റ്റ്യൻ വയലിൽ, അദ്ദേഹമാണ് ഇതിൻ്റെ നേതൃത്വം കൊടുക്കുന്നത്. വയലിൽ പിതാവിന് മന്നത്തെ ചങ്ങനാശ്ശേരിയിൽ ചെന്ന് കാണാൻ കുറച്ചിലാണ്. മന്നം പാലായിൽ വരണം. മന്നം ഇതിലും വലിയ കക്ഷിയാണ്. മന്നം നടക്കുന്ന കേസില്ല. ഒടുവിൽ അന്ന് സിറ്റുവേഷൻ ഉണ്ടാക്കിയത് വയലിൽ പിതാവിന് സുഖമില്ല.
അപ്പോൾ മന്നം കാണാൻ വരുന്നു, ചങ്ങനാശ്ശേരിയിൽ നിന്ന് പാലായിക്ക് വരുന്നു. അപ്പോൾ ശരി, കുഴപ്പമില്ല, സുഖമില്ലാത്ത ആളിനെ ചെന്ന് കാണണമല്ലോ, അയാളെ എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞാൽ ശരിയില്ല. സുഖമില്ലാഞ്ഞിട്ടും വയലിൽ പിതാവ് ഗേറ്റ് വരെ, പാലാരൂപയുടെ ഗേറ്റ് വരെ, ബിഷപ്പ് പാലസിൻ്റെ ഗേറ്റ് വരെ അവശത അഭിനയിച്ച് നടന്നു വരുന്നു. രണ്ടുപേര് താങ്ങിയൊക്കെ പിടിച്ചിരിക്കുന്നു. മന്നം വന്ന് കാറിലിറങ്ങുന്നു, ആകുന്നു. ഇങ്ങനെയാണ് മന്നത്തെ ഇതിനകത്തേക്ക് കോപ്റ്റ് ചെയ്യുന്നത്. മന്നം കയറിയപ്പോൾ മന്നം മണ്ടനൊന്നും ആയിരുന്നില്ല. കയറുമ്പോൾ മന്നത്തിൻ്റേതായ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊരു സൈഡ് സ്റ്റോറി മാത്രമാണ് വിമോചന സമരം. ബട്ട് ഇത്ര വലിയ ത്യാഗസന്നദ്ധതയുള്ള ആൾക്കാരാണെങ്കിൽ പണ്ടോ ചെയ്തില്ല, പോട്ടെ, ഇപ്പോഴെങ്കിലും അധ്യാപക നിയമനം PSCക്ക് വിടുമോ? നിങ്ങളേതായാലും സേവനമാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇതിൽ നിന്ന് 5 പൈസ വേണ്ട, പിന്നെ നിങ്ങൾ ഈ അധ്യാപക നിയമനം കയ്യിൽ വേണമെന്ന് പറയുന്നത് എന്തിനാണ്? മിഷണറിമാരുടെ പിന്മുറക്കാരാണല്ലോ ഇപ്പോഴും നടത്തുന്നത്. അവർ പറയണ്ടേ, ശരി PSC വഴിക്ക് നടക്കട്ടെ, ഞങ്ങൾക്ക് ഇതിൽ 10 പൈസ ഉണ്ടാക്കാനൊന്നുമില്ല, ചെയ്യുമോ? നോ, ഇറ്റ് ഹാസ് ബീൻ എ ബിസിനസ് ഓൾവേസ്. ആൻഡ് യു വാണ്ടഡ് ടു ഇൻവെസ്റ്റ് ഇൻ എഡ്യൂക്കേഷൻ. There was an Indian education, there were Indian schools which you have spoiled, demolished. എന്നിട്ട് നിങ്ങളുടെ പള്ളിക്കൂടം കിട്ടി നിങ്ങൾ കാശുണ്ടായിക്കൊണ്ടിരുന്നു. എന്നിട്ട് ഇപ്പോൾ പറയുന്നു 4 അക്ഷരം പഠിപ്പിച്ചു തന്നത് മിഷണറിയാണെന്ന്. ഏത് മിഷണറിയാണ്? പ്രതിഫലമില്ലാതെ മിഷണറി പ്രവർത്തനം നടത്താനാണ് അവരെ നിയോഗിച്ചിരിക്കുന്നത്. They will not take money from you. കാരണം അങ്ങോട്ട് കാശ് കൊടുത്ത് ആരെങ്കിലും മതപരിവർത്തനം നടത്തുക, ഇങ്ങോട്ട് കാശ് കിട്ടണ്ടേ? അപ്പോൾ മിഷണറി സെൽഫ്ലെസ് സർവീസ് നടത്തിയത് മതത്തിലേക്ക് ആളെ ചേർക്കാൻ വേണ്ടിയിട്ടാണ്, വേറെ ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിനിടയ്ക്ക് നന്മ നിറഞ്ഞ ചില മനുഷ്യരുണ്ടാവില്ലേ? എന്ത് ദുഷ്ടപ്രവൃത്തി ചെയ്യുമ്പോഴും നന്മ നിറഞ്ഞ ചില ആൾക്കാർ അതിനകത്തുണ്ടാവും. അവർ നിസ്വാർത്ഥമായിട്ടൊക്കെ പ്രവർത്തിക്കും. ഇവരെ കാണിച്ചുകൊണ്ട് മറ്റേ ഗ്രൂപ്പിനെ മുഴുവൻ അങ്ങ് രക്ഷിച്ചെടുക്കുകയാണ്. ഇവരുടെ കൂട്ടത്തിൽ നല്ല മനുഷ്യരുണ്ട്, മിഷണറിമാരുടെ കൂട്ടത്തിലുമുണ്ട്, കേരളത്തിലെ പള്ളിയിലച്ചന്മാരുടെ കൂട്ടത്തിലുമുണ്ട്. അവരിൽ പലരും ബിഷപ്പാവാൻ മനസ്സില്ലാഞ്ഞിട്ട് രാജിവെച്ച് ഞാൻ വിശ്രമ ജീവിതം നയിച്ചോളാം, സന്യാസ ജീവിതം നയിച്ചോളാം എന്ന് പറയുന്ന ആൾ വരെയുണ്ട്. അങ്ങേരെ എഴുതിയ രാജിക്കത്ത്, മാന്യമായ രാജിക്കത്ത് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു കുറച്ച് വർഷം മുമ്പ്. അങ്ങനെയുള്ള പള്ളിയിലച്ചന്മാർ, ബിഷപ്പുമാർ ഒക്കെയുണ്ട്, ഉണ്ടാകുമല്ലോ. എല്ലാ ഗ്രൂപ്പിലും നന്മ നിറഞ്ഞ മനുഷ്യരുണ്ടാകും, ചീത്ത മനുഷ്യരുണ്ടാകും. അവരെ എക്സാമ്പിളായിട്ട് കാണിച്ചുകൊണ്ട് ദ ഹോൾ ബാഡ് സിസ്റ്റം ഈസ് ബീയിങ് ജസ്റ്റിഫൈഡ് വിത്ത് 1 or 2 എക്സാമ്പിൾസ്. അത് ഒരു ടെക്നിക്കാണ്. അങ്ങനെയുള്ള കാപട്യമൊന്നും കാണിക്കരുത്. യേശുക്രിസ്തുവിൻ്റെ ആൾക്കാർ കാപടികന്മാരാകാൻ പാടില്ല. ചുങ്കക്കാരെയും പരീശന്മാരെയും ചാട്ടവാറിനടിച്ചാണ് യേശുക്രിസ്തു പുറത്താക്കിയത്. ആരെയും യേശുക്രിസ്തു ഉപദ്രവിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ഇവന്മാരെ ചാട്ടവാറിനടിച്ച് പുറത്താക്കി. അങ്ങനെ ചാട്ടവാറിനടിച്ച് പുറത്താക്കപ്പെടേണ്ട പ്രവൃത്തികൾ ചെയ്യുന്നവർ കരുതിയിരിക്കണം, വെറുതെ പൊങ്ങച്ചടിക്കരുത്. മഹാത്മാഗാന്ധിക്കെതിരെയാണ് നിങ്ങൾ ഈ പട നയിക്കുന്നതെന്ന് ഓർത്തു വയ്ക്കുക.